പഴയ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ് വന്ന തുർക്കി ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലാക്കണം എന്നാണ് തുർക്കിയുടെ ആഗ്രഹം. ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന ഈ രാജ്യത്ത് യുവതലമുറ യൂറോപ്പിലേക്കൊരു ചായ്വ് തുടങ്ങിയപ്പോൾ, അവർ അതിനുവേണ്ടി പ്രകടനം തുടങ്ങിയപ്പോൾ അവരെല്ലാം ജയിലിലടക്കുകയാണ് ചെയ്തത്. ആരൊക്കെയാണോ ഭരണകൂടത്തിനെതിരായിട്ട് വാ തുറക്കുന്നത് അവരെയൊക്കെ ജയിലിലടക്കുക. അതാണ് ഇസ്താൻബുളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും ഒർഹൻ പാമക്കിൻ്റെ ബുക്സ് വായിക്കുന്നവർക്ക് അതിൻ്റെ ക്ലിയർ പിക്ചർ കിട്ടും. എന്നും ഇന്ത്യയെ താർക്കുക, പാകിസ്ഥാനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള നയമാണ് തുർക്കി കൈക്കൊണ്ടിരുന്നത്. ആ തുർക്കിക്കാണ് നമ്മുടെ ചെറിയ സംസ്ഥാനം, അതായത് കേരളം, കോടികളുടെ സഹായം ചെയ്തത്. എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? കൂടാതെ ഇപ്പോൾ ഒരു ഓൺലൈൻ ന്യൂസിൽ കേട്ട ഒരു വാർത്തയാണ്, അത് സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ഇസ്താൻബുളിൽ ഒരു ഓഫീസ് തുറന്നു. അത് ശരിയാണെങ്കിൽ അവരെ രാഷ്ട്രീയ ദ്രോഹികളായിട്ട് പ്രഖ്യാപിച്ച് അവരെ ഇവിടെ നിരോധിക്കണം. അല്ല, അത് കൊടുത്ത വാർത്ത തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ ചാനലിനെതിരെയും നിങ്ങൾ നടപടികളെടുക്കണം. കാരണം ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല. നമ്മുടെ രാജ്യം പൊരുതുന്നു, നമ്മുടെ ശത്രുരാജ്യത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ 100% സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ആയുധങ്ങളും മറ്റും നൽകിയ ഒരു രാജ്യമാണ് തുർക്കി. അങ്ങനെ ഒരു ശത്രുരാജ്യത്ത് നമ്മൾ പ്രതിപക്ഷം ഒരു ഓഫീസ് തുറന്നാൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ എതിരാണ്. അവർ രാജ്യദ്രോഹികൾ തന്നെയാണ്. അവർക്കെതിരായിട്ടുള്ള അന്വേഷണവും വേണം, വേണ്ട നടപടിയും എടുക്കണം. ഇനി ആ ന്യൂസ് തെറ്റാണെങ്കിൽ, അങ്ങനെ ഒരു ന്യൂസ്, തെറ്റായ ന്യൂസ്, അത് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു ന്യൂസാണ്, അത് നമ്മുടെ രാജ്യത്തിന് അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്, അത് തെറ്റാണെങ്കിൽ ആ ന്യൂസ് ചാനലിനെതിരായിട്ടും നടപടിയെടുക്കണം.